നമസ്കാരം. ഇറാനിൽ വെള്ളക്കൊടി കാട്ടി അമേരിക്ക. ട്രംപിനെതിരെയുള്ള യുദ്ധം തുടരാൻ ഇറാൻ കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറാൻ സമ്മതിച്ചു. ഇറാൻ സമാധാന ഉടമ്പടി ഉടൻ ഉണ്ടായേക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറയുകയും ചെയ്തു. ഏകദേശം 4 ആഴ്ച നീണ്ടുനിന്ന ബോംബാക്രമണവും നാവിക ഉപരോധവുമൊക്കെ വല്ലാതെ ലോകത്തെ ആശങ്കയിലാക്കി എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. ഇറാന്റെ നിലപാടുകളിലൊക്കെ മാറ്റം വരുത്തി എന്നുള്ള ട്രംപിന്റെ അവകാശവാദം നിലനിൽക്കുമ്പോഴും ഇറാൻ ചർച്ചകൾ പുനരാരംഭിക്കുവാൻ ട്രംപിന്റെ പുതിയ നീക്കം നടക്കുമ്പോഴും യുദ്ധം അവസാനിക്കുമോ അല്ല ഇനിയും തുടരുമോ എന്നുള്ള ആശങ്കയിലാണ് ലോകം. ഏകദേശം 6 ആഴ്ച പിന്നിട്ട പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിക്കുന്നുവെന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. ഇറാൻ തങ്ങളുടെ കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറാൻ സമ്മതിച്ചതായും ഇറാൻ സമാധാന ഉടമ്പടി ഉണ്ടായേക്കുമെന്നുമൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ യുദ്ധത്തിന് വെള്ളക്കൊടി കാട്ടിയിരിക്കുകയാണ് അമേരിക്ക. പക്ഷേ ആ ഒരു സമാധാന ശ്രമങ്ങളിൽ ഇറാൻ എത്തിച്ചേരുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അമേരിക്കക്കെതിരെ യുദ്ധം ചെയ്യുന്നതിൽ നിന്നും കുറഞ്ഞതൊന്നും അവർ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെയും അവരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഒരു മാറ്റം കൊണ്ടുവരുവാൻ ഇറാന്റെ പല രീതികളോടും യോജിച്ചു പോകുവാനും മറ്റു രാജ്യങ്ങൾക്കൊന്നും കഴിയില്ലായിരിക്കാം. പക്ഷെ എങ്കിൽ കൂടിയും ഇറാൻ ഇപ്പോഴും യുദ്ധം അവസാനിപ്പിക്കുവാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അമേരിക്കയ്ക്ക് എങ്ങനെയെങ്കിലും ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിച്ചാൽ മതി എന്നുള്ള തരത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. ഈ ആഴ്ച അവസാനത്തോടു കൂടി തന്നെ നിർണായകമായിട്ടുള്ള അടുത്ത ഘട്ട ചർച്ചകൾ ആരംഭിക്കുകയാണ്. ഇവിടെ ഈ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ടിട്ട് വലിയ ചർച്ചകൾ, വലിയ കരാറിലേക്ക് അമേരിക്ക ഇറാൻ എത്തിച്ചേരുന്നു എന്നാണ് പറയപ്പെടുന്നത്. വൈറ്റ് ഹൗസിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇറാന്റെ ആണവ മോഹങ്ങൾ തടയുന്നതിന്റെ ഭാഗമായിട്ട് സമ്പുഷ്ടീകരിച്ചിട്ടുള്ള യുറേനിയം രാജ്യത്തിന് പുറത്തേക്ക് കടത്തണമെന്ന വാഷിംഗ്ടന്റെ ആവശ്യം ഇറാൻ ഭാഗികമായി അംഗീകരിച്ചതായിട്ടുള്ള സൂചനകൾ വരുന്നുണ്ട്. പക്ഷേ അത് ട്രംപ് പറയുന്നതുകൊണ്ട് അതിനകത്ത് എത്രത്തോളം വിശ്വാസ്യതയുണ്ട് എന്ന് ഒരു ഉറപ്പുമില്ല. 4 ആഴ്ച നീണ്ട ബോംബാക്രമണവും നാവിക ഉപരോധവും ഇറാന്റെ നിലപാടുകളിൽ മാറ്റം വരുത്തി എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. പക്ഷെ ഇപ്പോഴും യുദ്ധം ചെയ്യാൻ ഇറാൻ തയ്യാറാണ് എന്ന് മാത്രമല്ല, ട്രംപിനെ തകർക്കുവാനും തടവിലാക്കുവാനും തയ്യാറാണ് എന്നുള്ള തരത്തിലുള്ള വളരെ കൃത്യമായിട്ടുള്ള അജണ്ടയോടുകൂടിയാണ് ഇറാൻ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ പറയുന്ന ഇറാൻ ഭാഗികമായി ഈ യുറേനിയം സമ്പുഷ്ടീകരണം രാജ്യത്തിന് പുറത്തേക്ക് കടത്തണമെന്ന ആവശ്യം, വാഷിംഗ്ടന്റെ ആവശ്യം അംഗീകരിച്ചു എന്നൊക്കെ പറയുന്നത് ഒരിക്കലും വിശ്വസനീയമല്ല. അത് ട്രംപ് പറയുന്നത് കൊണ്ടും. കാരണം ട്രംപിനെ പോലൊരു നുണയനാണ് ഇതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ലോകം അംഗീകരിക്കുമോ എന്നറിയില്ല. സമാധാന ഉടമ്പടി പാകിസ്ഥാൻ തലസ്ഥാനമായിട്ടുള്ള ഇസ്ലാമാബാദിൽ വെച്ചായിരിക്കും ഒപ്പുവെക്കുക എന്നുള്ള സൂചനകളടക്കം ട്രംപ് നൽകുന്നുണ്ട്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെയും ആർമി ചീഫ് ജനറൽ അസീം മുനീറിനെയും ഒക്കെ ട്രംപ് അതുകൊണ്ട് തന്നെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. കരാർ ഇസ്ലാമാബാദിൽ വെച്ചാണെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയേക്കുമെന്ന് കൂടി, അതായത് ട്രംപ് പാകിസ്ഥാനിലേക്ക് പോകുമെന്നാണ് പറയപ്പെടുന്നത്. പാകിസ്ഥാൻ ഭരണകൂടം വലിയ പിന്തുണയാണ് ഇതിന് നൽകുന്നത് എന്നുള്ള ട്രംപിന്റെ വാചകങ്ങൾ അതിന് ഉദാഹരണമായി പറയാം. ഇറാൻ വിഷയത്തിൽ സമാധാനത്തിനായിട്ട് ആഹ്വാനം ചെയ്യുന്ന പോപ്പ് ലിയോ 14 നിലപാടിനെയും ട്രംപ് കഴിഞ്ഞ ദിവസം വിമർശിച്ചിരുന്നു. അപ്പോൾ ഇറാൻ ആണവായുധം കൈവശം വെക്കുന്നത് ലോകത്തിന് ഭീഷണിയാണ് എന്ന് പോപ്പ് മനസ്സിലാക്കണമെന്നാണ് ട്രംപ് പറയുന്നത്. യുദ്ധത്തെ വിമർശിക്കുന്ന പോപ്പിന്റെ നിലപാടിനോട് തനിക്ക് യോജിക്കാനാവില്ല എന്നും ട്രംപ് പറയുന്നുണ്ട്. ഈ വരുന്ന തിങ്കളാഴ്ചയോടുകൂടി നിലവിലെ വെടിനിർത്തൽ അവസാനിക്കാനിരിക്കെ ചർച്ചകൾ പരാജയപ്പെട്ടാൽ യുദ്ധം പുനരാരംഭിക്കുമെന്ന മുന്നറിയിപ്പാണ് ട്രംപ് ഇതിലൂടെ നൽകുന്നത്. അപ്പോൾ പശ്ചിമേഷ്യൻ യുദ്ധത്തിന് വിരാമം ഇടാനുള്ള നിർണായകമായിട്ടുള്ള ചർച്ചകൾക്ക് പാകിസ്ഥാൻ വേദിയായേക്കുമെന്നുള്ള സൂചനകൾ പുറത്തു വരുമ്പോഴും യുദ്ധം അവസാനിച്ചിട്ടില്ല എന്ന് മറന്നു പോകരുത്. താൽക്കാലികമായിട്ടുള്ള വെടിനിർത്തൽ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. 21 അത് വീണ്ടും പുനരാരംഭിച്ചേക്കാം. അടുത്ത 2 ദിവസത്തിനുള്ളിൽ ഇറാനുമായിട്ടുള്ള ചർച്ചകൾ പുനരാരംഭിച്ചേക്കുമെന്ന് ട്രംപ് പറയുകയും ചെയ്യുന്നുണ്ട്. എന്ന് മാത്രമല്ല, യുദ്ധം അവസാനിക്കുക എന്നൊരു ലക്ഷ്യം ഇപ്പോൾ ട്രംപിന് മാത്രമല്ല, ഒപ്പം മറ്റു പല രാജ്യങ്ങൾക്കും, ലോകരാജ്യങ്ങൾക്കും ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്നുണ്ട് താൻ. അപ്പോൾ കഴിഞ്ഞ വാരാന്ത്യത്തിലൊക്കെ പാകിസ്ഥാൻ തലസ്ഥാനമായിട്ടുള്ള ഇസ്ലാമാബാദിൽ വെച്ച് US വൈസ് പ്രസിഡന്റ് JD വാൻസൺ ഇറാന്റെ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാഖർ ഖാലിബാഫും തമ്മിൽ നടന്ന രഹസ്യമായിട്ടുള്ള കൂടിക്കാഴ്ച, എന്നാൽ ആ കരാറുകളൊന്നുമില്ലാതെയാണ് ആ ചർച്ചകൾ അവസാനിച്ചത്. സമ്പൂർണ്ണ പരാജയവുമായിരുന്നു. എങ്കിലും ആ നീക്കം വലിയൊരു നയതന്ത്ര ചർച്ചയ്ക്ക് തുടക്കമിട്ടു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതേസമയം അമേരിക്കയുമായിട്ട് ചർച്ചകൾ നടത്തുന്ന കാര്യത്തിൽ ഇറാൻ ഇതുവരെ ഔദ്യോഗികമായിട്ട് ഒരു സ്ഥിരീകരണം പോലും നൽകിയിട്ടില്ല. പാകിസ്ഥാനുമായി സന്ദേശങ്ങൾ കൈമാറിയിട്ടുണ്ട് എങ്കിലും അമേരിക്കയുമായിട്ട് വീണ്ടും ഒരു കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചിട്ടില്ല എന്നാണ് ഇറാന്റെ ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ട്. എങ്കിലും ട്രംപിന്റെ പുതിയ പ്രസ്താവന ഈ ചർച്ചകൾക്ക് പിന്നിൽ ശക്തമായിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ഉറപ്പിക്കുന്നു. അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധം പിൻവലിക്കാതെ ചർച്ചകൾക്ക് പ്രസക്തിയില്ല എന്നുള്ള നിലപാടിലാണ് ഇറാൻ ഇപ്പോഴും നിലകൊള്ളുന്നത്. അപ്പോൾ ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധം തങ്ങളുടെ കപ്പലുകളെ ബാധിച്ചാൽ ചെങ്കടൽ അടയ്ക്കുമെന്ന ഭീഷണി ഇറാൻ നേരത്തെ തന്നെ ഉയർത്തിയിരുന്നു.
ഈ പ്രതിസന്ധികൾക്കിടയിലാണ് ട്രംപ് സമാധാന ചർച്ചകൾക്കായിട്ട് പാകിസ്ഥാനെ തിരഞ്ഞെടുക്കുന്നത്. മാത്രമല്ല ഇവിടെ ഇപ്പോ ഈ വരും നാളുകൾ പശ്ചിമേഷ്യയിലെ സംഘർഷം എന്ന് പറയുന്നത് ആഗോളതലത്തിൽ വലിയ ബാധ്യതയാകുമെന്ന വിലയിരുത്തലാണ് ട്രംപ് ഭരണകൂടം. ചൈനയുമായിട്ട് നടത്തിയ ചർച്ചയിൽ ഇറാൻ ആയുധം നൽകുന്നത് നിർത്താൻ ധാരണയായതോടുകൂടി ഇറാന്റെ ഭാഗത്ത് നിന്ന് വിട്ടുവീഴ്ചകൾ ഉണ്ടാകുമെന്ന് അമേരിക്ക പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇറാനുമായിട്ടുള്ള വെടിനിർത്തൽ നീട്ടാൻ വൈറ്റ് ഹൗസ് തയ്യാറല്ല എന്നുള്ള പ്രസ്താവന കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇതിന് പിന്നാലെ ട്രംപ് നേരിട്ട് ചർച്ചകളെക്കുറിച്ച് സംസാരിച്ചത് ഇറാന്റെ മേൽ സമ്മർദ്ദം ചെലുത്തുവാനുള്ള ഒരു തന്ത്രമായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം അതിനെ കാണുന്നത്. അപ്പോൾ ട്രംപിന്റെ ആവശ്യങ്ങൾ ഇറാൻ അംഗീകരിച്ചാൽ മാത്രമേ ഉപരോധങ്ങളിൽ അയവ് വരുത്തുവാൻ സാധ്യതയുള്ളൂ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. യുദ്ധം ആരംഭിച്ച് 7 ആഴ്ച പിന്നിടുമ്പോൾ മേഖലയിലെ സാമ്പത്തിക സ്തംഭനം ഒഴിവാക്കുവാൻ ലോകരാജ്യങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അമേരിക്കൻ കാർ നിർമ്മാതാക്കൾ ഉൾപ്പെടെയുള്ള വൻകിട കമ്പനികളോട് യുദ്ധസാമഗ്രികൾ നിർമ്മിക്കുവാൻ തയ്യാറാകാൻ ട്രംപ് നിർദ്ദേശിച്ചതും ചർച്ചകൾ പരാജയപ്പെട്ടാൽ സൈനിക നടപടി കടുപ്പിക്കുമെന്നതിന്റെ സൂചനയാണ് അതിലൂടെ നൽകുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിർത്തിയിൽ ഈ സൈനിക വിന്യാസമൊക്കെ തുടരുമ്പോഴും സമാധാനത്തിലുള്ള വഴി തുറന്നിട്ടിരിക്കുകയാണ് ട്രംപ് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇതിലൊന്നും ഇറാൻ വീഴുന്നില്ല എന്നുള്ളതാണ്. ഇറാനിൽ വെള്ളക്കൊടിയൊക്കെ കാട്ടി അമേരിക്ക മുന്നോട്ട് കുതിക്കുമ്പോഴും ട്രംപിനെതിരെയുള്ള യുദ്ധം തുടരാൻ ഇറാൻ തയ്യാറെടുപ്പ് നടത്തുന്നതാണ്. ട്രംപിസത്തിനെ തകർക്കുക, ട്രംപിനെ ഇല്ലാതാക്കുക, ട്രംപിനെ വരിഞ്ഞു മുറുകി ഇരുമ്പഴിക്കുള്ളിലാക്കുക എന്നതിൽ കുറഞ്ഞതൊന്നും ഇറാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. വധശിക്ഷ കൊടുക്കുകയോ കൊല്ലുകയോ ചെയ്യുന്നതിനപ്പുറം ജീവനോടുകൂടി പിടിക്കുക, അതിനുശേഷം തടവിലാക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്കാണ് ഇറാൻ പോകുന്നത്. അതുകൊണ്ട് ട്രംപിനെ ഏത് വിധത്തിലും തടവിലാക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്കാണ് ഇറാൻ പോകുന്നത്. പക്ഷേ യുദ്ധത്തിന്റെ അവസാന ഘട്ടം എന്ന് പറയുന്നത് 2ാം ഘട്ട സമാധാന ചർച്ചകളിൽ എവിടെയെങ്കിലും ഒരു തരി വെളിച്ചം കിട്ടിയാൽ ചിലപ്പോൾ ഈ യുദ്ധം അവസാനിച്ചേക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇറാനിൽ അമേരിക്ക നടത്തുന്ന ഈ വെള്ളക്കൊടി കാട്ടലും സമാധാന സന്ദേശവും ഒക്കെ തകർന്ന് തരിപ്പണമായി പോവും. വീണ്ടും ഒരു യുദ്ധത്തിന്റെ അലയൊലികൾ അവിടെ ഉയരും. ട്രംപിനെതിരെയുള്ള യുദ്ധം തുടരാൻ ഇറാൻ തയ്യാറാവുകയും ചെയ്യും.